പ്രിയപ്പെട്ടവർ, ഈ അടുത്ത് നമുക്കറിയാം ക്രൈസ്തവ പീഡനങ്ങൾ ഒരുപാട് നടക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നായിട്ട് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി നമ്മളിങ്ങനെ കാണുന്നുണ്ട്. എന്നെ വല്ലാതെ എന്നെ സ്പർശിച്ച മറ്റൊരു വ്യക്തിയുടെ പേര് ഞാൻ പറയാം. ഒരു വിശുദ്ധയാണ്, ഡൊറോത്തി സ്റ്റാങ് എന്നാണ് പേര്. അതായത് ഈ പുള്ളിക്കാരി ചെയ്ത ഒരേ ഒരു കാര്യം ഇതാണ്: ആമസോൺ കാടുകൾ നശിപ്പിക്കപ്പെടുകയും അവിടുത്തെ ട്രൈബൽ ആൾക്കാരെ മൊത്തം തകർക്കുകയും ചെയ്യുന്ന വലിയ മാഫിയ സംഘങ്ങൾക്കെതിരെ ഈ സ്ത്രീ ഒറ്റയ്ക്ക് പോരാടി. ഇതൊരു കന്യാസ്ത്രീയാണ് കേട്ടോ. ഒറ്റയ്ക്ക് അവർ പോരാടി. അവസാനം ഇവർ മരിക്കാൻ, അതായത് ഇവർ കൊല്ലപ്പെടാൻ വരെ സാധ്യതയുണ്ടായി. കാരണം അവിടുത്തെ എല്ലാ മാഫിയയ്ക്കുമെതിരെ ഒറ്റയ്ക്ക് നിന്ന്. എന്തിനാണെന്നറിയാവോ? ഇത് ക്രിസ്തുവിനോടൊത്തുള്ള സ്നേഹത്തെ പ്രതി മാത്രമാണ്. തൻ്റെ സഹോദരങ്ങൾ, അതായത് അത് ഏത് മതത്തിൽപ്പെട്ടവരോ ഏത് ജാതിയിൽപ്പെട്ടവരോ ആയിക്കൊള്ളട്ടെ, ആ ട്രൈബിലുള്ള ആൾക്കാർ നശിക്കുമെന്ന് കണ്ടപ്പോൾ അവർക്ക് വേണ്ടി വാക്കുകൾ ശബ്ദമുയർത്തിയ ആ സ്ത്രീ, ആ അമ്മ, ആ കന്യാസ്ത്രീ അമ്മ, അവർ അവസാനം ഈ മാഫിയ സംഘങ്ങൾ കൊല്ലാൻ തീരുമാനിക്കുകയാണ്. ഇവരെങ്ങനെയാണ് കൊല്ലുന്നറിയാവോ? ഈ കന്യാസ്ത്രീയെ ഫോളോ ചെയ്തിട്ട് ചോദിക്കും, ഇവരെ പിടിച്ചിട്ട് പറയും, നിങ്ങളുടെ കയ്യിൽ വെപ്പൺ ഉണ്ടെങ്കിൽ എടുക്കാൻ പറയും കൊല്ലുന്നതിന് മുമ്പ്. അപ്പോൾ ഇവർ പറയുന്ന ഒറ്റ വാക്ക് ഇതാണ്: എൻ്റെ കയ്യിൽ വെപ്പണുണ്ട് എന്ന് പറയും. ഇവർ പെട്ടെന്ന് ഭയപ്പെടും. അപ്പോൾ ഇവർ പറയും, എൻ്റെ ഇരിക്കുന്ന വെപ്പൺ ഈ വിശുദ്ധ ഗ്രന്ഥമാണ് എന്ന് പറഞ്ഞിട്ട് ഇവർ മത്തായിയുടെ സുവിശേഷത്തിലെ ഈശോയുടെ മലയിലെ പ്രസംഗം, ബിയാറ്റിറ്റ്യൂഡ്സ്, ഇവർ അവിടെ നിന്ന് പറയും, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാൻ എന്ന്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇവരെ ഷൂട്ട് ചെയ്ത് കൊന്നുകളയും. പ്രിയപ്പെട്ടവരെ, എന്താണ് ഇവരിവിടെ നേടിയത്? ഒരു കൂട്ടം ജനങ്ങൾക്ക് വേണ്ടി, ബന്ധുവോ കൂട്ടുകാരനോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ഒന്നും അല്ലാത്ത, അതായത് തകർക്കപ്പെടുന്നൊരു ജനതയ്ക്ക് വേണ്ടി സ്വന്തം ജീവിതം മാറ്റിവെച്ച ഡൊറോത്തി സ്റ്റാങ്. ഈ വിശുദ്ധ നമ്മുടെ മുമ്പിൽ തുറന്നു വയ്ക്കുന്നത് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെയും അതിൻ്റെ മഹത്വത്തെയാണ്. അതായത് എന്താ പറഞ്ഞാൽ, മതപരിവർത്തനമൊന്നും അല്ല ഇവിടെ നടക്കുന്നത്. ഇവിടെ നടക്കുന്നത് മനുഷ്യൻ്റെ അടുത്തുള്ള സ്നേഹമാണ്. ദ ട്രൂ ലവ് കംസ് ഫ്രം ക്രൈസ്റ്റ്. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.